സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ക്രോക്കോച്ച് ജനതാ പാർട്ടി തരംഗം പ്രതിപക്ഷം കൈവിട്ട് കളയരുതെന്ന് ശശി തരൂർ എം പി. യുവാക്കളുടെ വികാരങ്ങളും നിരാശകളും പ്രതിഫലിപ്പിക്കുന്ന ഈ പ്രവണതയെ രാഷ്ട്രീയമായി മനസ്സിലാക്കി സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിജെപിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്ത നടപടിയെയും തരൂർ രൂക്ഷമായി വിമർശിച്ചു. യുവാക്കൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വേദികൾ ആവശ്യമാണ്. വിയോജിപ്പുകളും തമാശകളും ആക്ഷേപഹാസ്യങ്ങളും തുറന്നു പറയാൻ അവസരം നൽകേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇൻസ്റ്റഗ്രാമിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പെട്ടെന്നുള്ള ഉയർച്ച തനിക്ക് കൗതുകമുണ്ടാക്കുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. ബുധനാഴ്ചയാണ് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സിജെപിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തത്. യുവാക്കളുടെ നിരാശയും നിസ്സഹായതയും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ ഈ കൂട്ടായ്മയെ ഇത്രത്തോളം പിന്തുണയ്ക്കുന്നത്. അക്കൗണ്ട് പൂട്ടി മുദ്ര വയ്ക്കുന്നതിന് പകരം പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്താകുമെന്ന് വ്യക്തമാണ് എങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ അവരുടെ ഊർജം മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഈ തരംഗം പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തണമെന്നും തരൂർ നിർദ്ദേശിച്ചു. ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഭിജിത്ത് ദീപ്കെയാണ് പ്ലാറ്റ്ഫോമിന് പിന്നിൽ.